ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ ഗൈസ്? ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് കണ്ടാലോ? അതിനിടയ്ക്ക് ഞാൻ ചെറിയൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബോസിൻ്റെ ഗാർഡനിൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം അടിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് കണ്ടു. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു കറിയും ചോറും വെച്ചാലോ ഇന്ന് ഉച്ചത്തേക്ക്? അപ്പോൾ ഇന്ന് ചിക്കനാണ് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ചിക്കൻ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, ഇപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുക. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ്. ഇതാ ചിക്കനൊക്കെ കഴുകി ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്, ഇഞ്ചിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞിട്ട് അതിൽ ഒഴിക്കേണ്ട വെള്ളം ചൂടാക്കുവാണ്. ഇത് നമ്മൾ വെക്കേണ്ട പാനാണ്. ഓക്കെ, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാലോ? ഞാനിവിടെ യൂസ് ചെയ്യുന്ന സൺഫ്ലവർ ഓയിലാണ്. ഓക്കെ, അപ്പോൾ എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് കുറച്ച് ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഏകദേശം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിൽ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഓക്കെ, വറ്റൽമുളക് നമ്മൾ എടുത്തിട്ട് രണ്ടായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, പൊട്ടിച്ചെറിയ ഇതിൽ സാധാരണ പറഞ്ഞല്ലോ അല്ലേ? ഓക്കെ, അത് ഓൾമോസ്റ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാതിരിക്കും ചേർന്ന്. ഗൈസ് ക്ഷമിക്കണം, വറ്റൽമുളക് പൊട്ടിച്ചിട്ടപ്പോൾ എല്ലാവരും ഒന്നൊരു ആവി പടർന്നു. അപ്പോൾ ഞാൻ ഇറങ്ങി ഓർഡർ ചെയ്ത് കുഴപ്പമൊന്നുമില്ല, ഒന്നും തെറ്റിയിട്ടൊന്നുമില്ല, സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വരട്ടി വരണം. അപ്പോൾ കുറച്ച് നേരം ഇതിനകത്ത് സമയം പോകും. വരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പിലയും പിന്നെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ച് ഉള്ളിയല്ല മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ തീ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വരട്ടി ഇങ്ങനെ നിൽക്കാനും പറ്റുള്ളൂ. കുഴപ്പമില്ല, എങ്ങനെ പെട്ടെന്ന് പിടിക്കുള്ളൂ. വെള്ളം ചൂടായി എന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല, ചൂടാവുന്നുണ്ട്. ഇത് എനിക്കറിയാമെന്നുള്ളത് പോലെയാണ് ചിക്കൻ കറി ഇരിക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് വയ്ക്കണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ പഠിച്ചതാണ്. ഇതൊക്കെ പ്രവാസലോട്ട് വരുമ്പോൾ ആരായാലും പഠിക്കുമല്ലോ, പഠിച്ചു പോകും. പാചകം എന്തായാലും പഠിച്ചു പോകും. അങ്ങനെ പഠിച്ച ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ അമ്മൂമ്മയൊക്കെ നോക്കി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് സ്വയം പഠിച്ചു. ഓക്കെ, ഇങ്ങനെ വയ്ക്കുമ്പോൾ അമ്മയെല്ലാം വളരെ മിസ് ചെയ്യും. അതൊക്കെ പറഞ്ഞൊരു കാര്യമില്ലല്ലോ. നമ്മൾ ജോലിക്കാണ് അന്യരാജ്യത്ത് വന്നത്. അപ്പോൾ കഴിക്കണ്ടേ, ജീവിക്കണമെങ്കിൽ ഇതേപോലെ വല്ലതൊക്കെ വെച്ച് പഠിക്കണം, അല്ലാതെ വേറെ വഴിയില്ല. ഇത് ചെയ്യാനാണ്. ചിക്കൻ കറിയിൽ ഏറ്റവും വലിയ ടാസ്ക് പിടിച്ച പണിയാണ് ഈ വരട്ടണത്. നമ്മൾ വരട്ടാതെ പറ ചെയ്താലും ടേസ്റ്റ് വല്ലാണ്ട് വ്യത്യാസം വരും. അപ്പം സമയത്ത് ഇത് വരട്ടുക, അതാണ് ഏറ്റവും നല്ലത്. ഞാനത്ര വലിയ ഷെഫൊന്നുമല്ല, എനിക്കറിയാനുള്ള കാര്യങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, അല്ലാതെ ഇപ്പോൾ വേറെ ഒന്നും ചെയ്യില്ല. ഗൈസ്, അപ്പോൾ ഏകദേശമൊക്കെ ഉള്ളി വരണ്ട് വന്നിട്ടുണ്ട് കുറച്ച് സമയത്തിന് ശേഷം. ഓക്കെ, നമുക്കപ്പോൾ ഇതിൽ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് വെച്ചാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്കിതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
ഓക്കെ, നമ്മൾ അത് രണ്ടും കൂടെ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പ്രത്യേക സ്മെല്ല് നമുക്ക് വരും, നല്ല സ്മെല്ലാണ്. നമുക്ക് തീ കുറച്ച് കൊടുക്കാം. നല്ലോണം കിടന്നിങ്ങനെ സെറ്റാവണം. ഇത് ഉള്ളി എത്രത്തോളം നമ്മൾ ഈ ഉള്ളി ഇതിൽ കിടന്ന് വശുക്കോ അത്രത്തോളം ടേസ്റ്റ് കൂടും. അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ, അറിയില്ല. നല്ല ടേസ്റ്റുമാണ്. ഓക്കെ, അറിയില്ല എന്നല്ല, നല്ല ടേസ്റ്റുമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം ഇതിൽ കിടന്ന് വരട്ടാൻ പറ്റുമോ അത്രത്തോളം വരട്ടി സെറ്റ് ചെയ്യാം. ഇതിലാണ് ടേസ്റ്റ് മൊത്തം ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ ആദ്യമൊക്കെ കറി വയ്ക്കാൻ നേരത്ത് ഫുൾ ടൈം എൻ്റെ അമ്മയെ വീഡിയോ കോളിൽ കാണുമായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അമ്മയെ വീഡിയോ കോളിൽ ഇല്ലാതെ ഇങ്ങനെ വെക്കുന്നത്. കാരണം ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്, കറി വയ്ക്കാൻ ഓക്കെയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നല്ലോണം ഇത് വശിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൽ കറി പൗഡേഴ്സ് ഇടാനുള്ള സമയം ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ വേണ്ട ആദ്യത്തെ കറി പൗഡർ എന്തോ നമ്മുടെ മുളക് പൊടി കഴിഞ്ഞു മതി, ഇല്ലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന കാശ്മീരി മുളക് പൊടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊരു 2 സ്പൂൺ നമുക്ക് ഇടാം. ഓക്കെ, മുളക് പൊടി 2 സ്പൂൺ ഇട്ട്. അടുത്തത് നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. അത് 2 സ്പൂൺ വേണം. ഓക്കെ, കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അടുത്ത നമുക്ക് വേണ്ടെന്തോ മസാലപ്പൊടി നമുക്ക് 1 സ്പൂൺ എടുക്കാം. ഓക്കെ, മസാലപ്പൊടി നമുക്ക് ഒന്നുകൂടെ ഇടേണ്ടി വരും ലാസ്റ്റ്. ഓക്കെ, അടുത്ത മഞ്ഞപ്പൊടി നമുക്ക് വളരെ കുറച്ച് മതിയാവും. ഓക്കെ, കുറച്ച് മതിയാവും. ബാക്കി നമുക്ക് വേണ്ടത് ഇച്ചിരി ഉപ്പാണ്. ഉപ്പ് ഒരു കാര്യം ഞാൻ മറന്നുപോയി, ആദ്യം ഉള്ളി വരട്ടുമ്പോൾ കുറച്ച് ഉപ്പ് ഇടണമായിരുന്നു, അത് മറന്നുപോയി. അതിപ്പം ജസ്റ്റ് കുറച്ചിടാം. ഓക്കെ, ഇനി തീ ഒന്ന് കൂട്ടി കൊടുക്കാം. കറി മൊത്തം പിടിക്കണം, എല്ലാത്തിലും ഇട്ട് നമ്മൾ സെറ്റാക്കി എടുക്കണം. കറി പൗഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ വരട്ടി കഴിഞ്ഞു. നമുക്ക് ഇന്ന് വെച്ച് അതിന് വിട്ടു കൊടുക്കാൻ പറ്റില്ല. നമുക്കൊരു 10 മിനിറ്റെങ്കിലും മാക്സിമം നമ്മളിതൊന്ന് ജസ്റ്റ് ഇട്ടൊന്ന് കറക്കണം. ഓക്കെ,
ഇതെല്ലാം വരട്ടി വരുമ്പോൾ ഒരു ഐറ്റം മണം ഉണ്ടല്ലോ, മണം അടിക്കുമ്പോൾ ഇതേപോലെ തുമ്മൽ വരാറുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുമ്പിൽ നിന്ന് തുമ്മിക്കളയിൽ മാറി നിന്നാലും തുമ്മും. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതായിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനി അരിഞ്ഞ് ചേർന്ന് തക്കാളി ഇട്ട് കൊടുക്കാം, പിന്നെ ഉരുളക്കിഴങ്ങ്. ഓക്കെ, തക്കാളി ഇട്ടിട്ട് നമ്മൾ നല്ലോണമായിട്ട് ജസ്റ്റ് ഒന്ന് വരക്കണം. തക്കാളി എന്നുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം മിക്സായി കുറച്ചൊന്ന് സെറ്റാവും. ഇങ്ങനെ ഒരു ഇതായിട്ട് വരും. ഓക്കെ, നമുക്കിതിലേക്ക് ഇനി ഏകദേശം ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമുക്ക് ഇത്ര വേണ്ടി വരില്ല, പക്ഷേ നമുക്ക് പ്രവാസികൾക്ക് ഇത്ര വേണ്ടി വരും. കാരണം നമുക്ക് ഈ കറിയൊക്കെ ഒരു ഇന്ന് നാളത്തേക്കും മറ്റന്നാൾ രാവിലത്തേക്ക് വരെ ഓട്ടിക്കേണ്ടതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് മാക്സിമം നമ്മളിങ്ങനെ ഇത്രയും കൂട്ടിയിട്ട് കൊടുക്കും, നോ പ്രോബ്ലം. ഓക്കെ, എന്നിട്ട് നല്ലോണം ഇത് ഇട്ട് വരട്ടണം. അപ്പോൾ ഏകദേശം ഇതിൽ ഉരുളക്കിഴങ്ങെല്ലാം ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ ചിക്കൻ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ചിക്കൻ ഇട്ട് നമുക്ക് എല്ലാവരും പീഡിപ്പിക്കാമെന്നല്ല പിടിപ്പിക്കാം. ഓക്കെ, നമ്മളിതിന് വെള്ളം ഒഴിച്ചില്ല. ഈ കിടക്കുന്ന വെള്ളം തക്കാളിനായി പിടിച്ച ഒരു ചെറിയ ഒരു അംശത്തിൻ്റെ വെള്ളമാണ് ഇതിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് വെള്ളം ഒഴിക്കണം. ആദ്യം ചിക്കൻ പീസ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കും. വേണ്ട, ഓക്കെ, അപ്പോൾ ചിക്കൻ ഏകദേശം ഇവിടെ സെറ്റാക്കി എടുത്ത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കിനി വേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം പിടിക്കാനാണ് ഗൈസ്. കൈ പൊള്ളും. വെള്ളം ഒഴിച്ചു. ഇനി ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ ജസ്റ്റ് നമ്മൾ ജേസിൽ നിന്ന് തോണ്ടി മണ്ണ് മുകളിലോട്ട് ഇടില്ലേ, അതേപോലെ നമ്മൾ ജസ്റ്റ് എല്ലാം സെറ്റാക്കി എടുത്ത് കൊടുക്കണം. അതിൻ്റെ ഗ്രേവി എല്ലാം പിടിക്കണം. ഗൈസ് ഏകദേശം എല്ലാം സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് നമ്മളൊരു അടപ്പ് വെച്ച് അടയ്ക്കുക, ജസ്റ്റ് ഒന്ന് വറ്റണം ഇത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു അടപ്പെടുക്കാം. ഒരു അടപ്പ് കിട്ടി. ഓക്കെ, ഇത് കുറച്ച് നേരം ഇന്ന് വറ്റണം. തുറന്നു നോക്കിയാലോ എന്തായെന്ന് അറിയണ്ടേ, തുറന്നു നോക്കിയാലോ. ഒക്കെ ഓൾമോസ്റ്റ് വെന്ത് വരുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ വറ്റാറുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം കൂടി പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഇതിൽ നമുക്കിത്
റെഡിയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇതിൽ കിടന്ന ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് തിരിക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ട്, കുറച്ച് വേവാനുണ്ട്, കുറച്ച് വെള്ളം മാറ്റണം. അതിന് നമുക്ക് ഇതിൻ്റെ ഉപ്പ് അറിയണ്ടേ, ഉപ്പും മുളകും. കുറച്ച് ഐറ്റംസിന് ചെറിയ കുറവുണ്ട്, ഇട്ട് കൊടുക്കാം. അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി മസാല ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കുറച്ച് മസാല ഇടേണ്ടി വരും. കുറച്ച് മതി കേട്ടോ, കുറച്ച് മതി. പൊടി ഐറ്റംസ് ഒക്കെ എടുക്കുന്ന അതേപോലെ അടച്ചില്ലെങ്കിൽ നമുക്ക് പണിയിട്ട് നമുക്ക് കറക്റ്റ് അടച്ചു വെച്ചോളാം. അതിന് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിട്ട് ഇപ്പം എല്ലായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം മിക്സ് ചെയ്യാൻ പോകാം. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇച്ചിരി എന്താ പറയുക കരിവേപ്പില ഇട്ട് കൊടുത്ത് അടച്ചു വയ്ക്കാം. അതൊരു 10-12 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് ഇട്ട് ഓട്ടിക്കാം. ഓക്കെ, കരിവേപ്പില കഴിയണം. ഓക്കെ, അതേപോലെ അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ചെറിയ ഫ്ലെയിം ഇടാം. നല്ലോണം സെറ്റ് ആവട്ടെ, ഒരു 10-12 മിനിറ്റ് അത്ര മതി. ഓക്കെ, ചിക്കൻ കറി റെഡിയായി. ചിക്കൻ കറി ഒരു സൈഡിൽ ഒരു വേവുന്നുണ്ട്. നമുക്ക് അപ്പോഴേക്കും ചോറിനുള്ള അരി ഒന്ന് കഴുകി സെറ്റാക്കി വയ്ക്കാം. അപ്പോൾ അതൊരു 12 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനടുത്ത് മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് ചോറ് കയറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ സെയിം ഓൾമോസ്റ്റ് നാട്ടിലെ അരിയാണ്. പാലക്കാട് മട്ട എന്ന് പറയും. ഓക്കെ, ഈ അരിയാണ് യൂസ് ചെയ്യാറ്. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് 2 ഗ്ലാസ് അരിയാണ്. ഒരു മിനിറ്റ്. അപ്പോൾ ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഗ്ലാസ് കാണാനില്ലായിരുന്നു, ഗ്ലാസ് കിട്ടി. അപ്പോൾ ഇതിന് നമുക്ക് 2 ഗ്ലാസ് അരിയാണ് നമുക്ക് വേണ്ടത്. നാട്ടിലൊക്കെ നാഴി എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ഗ്ലാസ് കിട്ടിയുള്ളൂ. ഗ്ലാസ് ഈ 2 ഗ്ലാസ് അരി നമ്മൾ നല്ലോണം കഴുകിയെടുക്കാം. നല്ലോണം കഴുകിയെടുക്കാം. ഒരു വെള്ളത്തിലും കഴിയുമ്പോൾ ഒരു ഏകദേശം 3 വെള്ളത്തിലും കഴിയണം, എങ്കിലും സെറ്റ് ആവും. നല്ല ചൂടുണ്ട് ഗൈസ്. വേറെ ചൂട് പറയാൻ പറ്റാത്ത ചൂടാണ് ഗൈസ്. ആർക്കും നിങ്ങൾ ഒരു AC വയ്ക്കേണ്ടി വരും. ഓക്കെ, അരി നല്ലോണം സെറ്റായിട്ടുണ്ട്. ഈ വെള്ളത്തിനോട് കഴുകി നിർത്തിയിട്ട് നമുക്ക് വെള്ളം നിറച്ച് വയ്ക്കാം. ചിക്കൻ അവിടെ ഒരു സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആ അരി ഇവിടെ നിറയട്ടെ. ഓക്കെ, അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ കൈ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. തുറന്നില്ല, കുറച്ച് അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ചോറെടുത്ത് വയ്ക്കാം. ചോറെടുത്ത് സെറ്റാക്കാം. ചോറെടുത്ത് സെറ്റാക്കിയിട്ട് ചോറും സെറ്റാവട്ടെ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ചോറിന് ഒരു മാക്സിമം 1 മണിക്കൂർ നല്ല വേവായതിന് ചോറ് സെറ്റാവട്ടെ. എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറും കറി ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അപ്പോൾ ചോറ് കഴിച്ചാലോ? നല്ല ചിക്കൻ കറിയും ചോറൊക്കെ ഇട്ട് നല്ലൊരു ചോറ് കഴിച്ചാലോ? അപ്പോൾ നമുക്ക് കൂട്ടാൻ വെച്ചിരുന്ന ചോറ് നമുക്ക് എടുക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് ചോറ് ഇടാം. നല്ല ചൂട് ചോറ്.
അപ്പോൾ നമ്മൾ ചേട്ടൻ കാര്യം പറയാനായിട്ട് വന്നതാണ്. സോറി. അപ്പോൾ നല്ല ചോറ് ഓക്കെ. ചോറ് ഞാൻ ഇച്ചിരി ആവശ്യമായിട്ട് കഴിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ചോറ് ചിക്കൻ കറി കൂടെ നമ്മുടെ ചിക്കൻ കറി കിടിലൻ ചിക്കൻ കറി ആയിട്ടുണ്ട്. ചിക്കൻ കറി ചോറ് ഗ്രേവി ഇച്ചിരി കുറവാണ് ഞാൻ പറഞ്ഞില്ലേ. ചിക്കൻ കറിയും ചോറും സെറ്റ്. രണ്ടും മാത്രം മതി ഇന്നത്തേക്ക്. അപ്പോൾ ഗൈസ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയാലോ. കഴിച്ചോട്ടെ ജസ്റ്റ് നോക്കട്ടെ. ഒരു രക്ഷയില്ല. പീസൊക്കെ നല്ല ക്രിസ്പി പോയി ആയിട്ടുണ്ട്. ഒരു രക്ഷ പൊളി സാധനം. ഇച്ചിരി എരിവ് കൂടിപ്പോയി. കാരണം അറിയണ്ട കുഴപ്പമില്ല. പക്ഷെ കൊള്ളാം. ഒരു രക്ഷയില്ല. അടിപൊളി. അപ്പം ഞാൻ ഫുള്ളാക്കട്ടെ. ബാക്കി കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ. ബൈ. ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഗാർഡൻ നോക്കാനായിട്ട്, നമ്മുടെ അല്ല എൻ്റെ ബോസിൻ്റെ ഗാർഡൻ നോക്കാനായിട്ട് ഗാർഡനേഴ്സ് വന്നത്. അപ്പോൾ അവരെ കൂടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. അവരിന്ന് വന്നിട്ട് 2-3 നല്ല അടിപൊളി പുതിയ ചെടികളൊക്കെ പിടിപ്പിച്ചു. തണുത്ത സമയത്ത് വെക്കേണ്ടതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ചൂടാവാറാകുമ്പോൾ വെക്കുന്ന കുറച്ച് നല്ല ചെടികളൊക്കെ വെച്ചു. നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗാർഡനൊക്കെ. അപ്പോൾ അങ്ങനെ അവരെ കൂടെ കുറച്ച് നേരം അവരെ കൂടെ നിൽക്കുമായിരുന്നു. സെറ്റാക്കി തന്നു അവർ. ഉച്ചത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ നിന്നപ്പോൾ നമ്മുടെ ബോസിൻ്റെ ഗാർഡൻ നോക്കാനായിട്ട് പുറത്തുനിന്ന് 2-3 ഗാർഡനേഴ്സൊക്കെ വന്നു. അങ്ങനെ പുതിയ 5-6 പ്ലാന്റ്സൊക്കെ നട്ടു. ഓക്കെ. അപ്പോൾ അതെല്ലാം നട്ടിട്ട് വന്നപ്പോൾ ഉച്ചയ്ക്കല്ലായിരുന്നു. അപ്പോൾ നല്ല ടയർഡായിരുന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂർ അവരോട് ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണമായിരുന്നു. ചെയ്യുന്നത് വെച്ച് കൊടുക്കേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നു. ജസ്റ്റ് ഒന്ന് കയറി കിടന്നതാണ്. അപ്പോൾ ഇതായിപ്പോൾ ഉറക്കം എണീറ്റേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇനിയും എന്താ പറയുക, കുറച്ച് നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പോകുന്നതല്ലാതെ അന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പോകും. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യേണ്ട. ഓക്കെ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് അടിച്ച് ഒന്ന് പോകും. ഓക്കെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. ഓക്കെ. ബൈ.